1 കിലോ സ്വർണം എത്ര പവനാണ്? പകുതിയുടെ പകുതി സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? എജ്യൂടോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. LSS പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പലർക്കും പ്രയാസം നേരിടുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചിത്രത്തിലെ ആകെ ചതുരങ്ങളുടെയും ആകെ സമചതുരങ്ങളുടെയും വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ചതുരങ്ങളുമുണ്ട്, സമചതുരങ്ങളുമുണ്ട്. ഇതിൽ ചതുരങ്ങളുടെയും എണ്ണം കണ്ടെത്തണം, സമചതുരങ്ങളുടെ എണ്ണവും കണ്ടെത്തണം. അതിൻ്റെ വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചത്. ഇത് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് നേരെ ഈ ചതുരത്തിലേക്ക് 1, 2, 3 എന്നെഴുതുക. അതുപോലെ താഴോട്ടും എഴുതുക 2, 3, 4. ഇപ്പം നമ്പറുകൾ എഴുതി. ഇനി ഇത് കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് സമചതുരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നാണ്. സമചതുരങ്ങൾ കണ്ടെത്താൻ ചെയ്യേണ്ടത് ഇതിൽ 3 വരെ എഴുതി. അപ്പോൾ ഇവിടെ താഴെ നോക്കുക 3 ഇൻറ്റു ഇവിടെ 4 വരെയാണ് എത്തിയത്. അതുകൊണ്ട് 4, 3 ഇൻറ്റു 4 എത്രയാണ്? 12 എന്ന് കിട്ടി. അഥവാ ഇങ്ങനത്തെ 12 സമചതുരങ്ങൾ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 കുറച്ച് താഴോട്ട് എഴുതി ഗുണിക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചാൽ 2, 2 ഗുണിക്കണം. 4ൽ നിന്ന് 1 കുറച്ചാൽ 3, അപ്പോൾ 2 ഗുണിക്കണം 3 എത്രയാണ്? 6 എന്ന് കിട്ടും. ഇനി വീണ്ടും കുറയ്ക്കുക, 1 വീതം കുറയ്ക്കുക. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 1 ഗുണിക്കണം 3ൽ നിന്ന് 1 കുറയ്ക്കുക 2, അപ്പോൾ 1 ഗുണിക്കണം 2, 2. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1 എത്തുന്നത് വരെ മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ 0 ആവും, ഇവിടെ 2 ആവും. 0, 2, 0 എത്രയാണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഭാഗത്ത് 1 എത്തിയാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അത് കൂട്ടി നോക്കുകയാണ് വേണ്ടത്. 12, 6, 18, 2, 20 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 20 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. 20 സമചതുരങ്ങളാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ സമചതുരങ്ങളുടെ എണ്ണം 20 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇനി ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണമാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അതിന് ഇതേ രീതിയിൽ തന്നെയാണ് എഴുതുക, പക്ഷെ ചെയ്യുന്ന വിധം വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. എഴുതുന്നത് ഇതേപോലെ തന്നെ 1, 2, 3 എഴുതുന്നു, താഴോട്ടും 1, 2, 3, 4 എന്ന് എഴുതുന്നു. ഇനി ഇത് പ്ലസ് ചെയ്യാണ്. പ്ലസ് ഇതും പ്ലസ് ചെയ്യുന്നു, താഴോട്ടും ഇതുപോലെ പ്ലസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1 + 2 + 3 എത്രയാണ് ആൻസർ? 6 എന്ന് ലഭിക്കും. 6 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഇനി താഴോട്ടും അതുപോലെ ആഡ് ചെയ്ത് നോക്കുക. 1 + 2 + 3 + 4 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10ഉം 6ഉം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ചതുരങ്ങളുടെ എണ്ണം കിട്ടാൻ വേണ്ടി ഇത് രണ്ടും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 × 6 = 60 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ചിത്രത്തിൽ 60 ചതുരങ്ങളുണ്ട് എന്നാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ ചതുരങ്ങളുടെ എണ്ണം 60 ആണ്, സമചതുരങ്ങൾ 20ഉമാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ 40 എന്ന് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലെ ചിത്രത്തിലെ ചതുരങ്ങളുടെയും സമചതുരങ്ങളുടെയും എണ്ണത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് 40 ആണ്. 1 കിലോ സ്വർണം എത്ര പവനാണ് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒരു പവൻ എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. 8 ഗ്രാം സ്വർണമാണ് ഒരു പവൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 80 ഗ്രാം സ്വർണം എത്ര പവനായിരിക്കും? 10 പവനായിരിക്കും. 100 ഗ്രാം സ്വർണമോ? 100 ഗ്രാം സ്വർണം 12.5 പവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1000 ഗ്രാം നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 കിലോഗ്രാം എന്ന് പറയുന്നതാണിത്. 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം. 1 കിലോഗ്രാം സ്വർണം എന്ന് പറയുന്നത് 125 പവൻ ആയിരിക്കും. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. അടുത്ത ചോദ്യം റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ 2 സംഖ്യകൾ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 29 ആണ്, പ്ലസ് ഇത് 18 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. 29 + 18. ഇതിൻ്റെ ആൻസർ 47 എന്നാണ് വരിക. 47 എന്ന് റോമൻ സംഖ്യയിൽ എഴുതണം. അതിനാദ്യമായിട്ട് നമ്മൾ 50 എന്ന് എഴുതുന്നത് L ആണ്. 50ൽ നിന്ന് 10 കുറയ്ക്കുന്നു. അപ്പോൾ എന്തായി? 40 ആയി. 47. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് നേരിട്ട് XL അതുപോലെ 7 എന്ന് എഴുതിയാലും മതി. റോമൻ സംഖ്യയിൽ നിന്നുള്ള ഏത് ചോദ്യങ്ങൾക്കും ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടാൽ റോമൻ സംഖ്യ നിങ്ങൾക്ക് വളരെ ലളിതമായിരിക്കും, നിസ്സാരമായിരിക്കും. ആ ഏരിയയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കാം. അടുത്ത ചോദ്യം ചിത്രം നൽകിയിട്ടുണ്ട്.
ഇങ്ങനെ തുടർന്നാൽ 10ാമത്തെ ചിത്രത്തിൽ എത്ര ചതുരങ്ങൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. ഇതാ ഒരു ചിത്രം, 2, 3 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 10ാമത്തെ ചിത്രത്തിലുള്ള ചതുരങ്ങളുടെ എണ്ണമാണ് കണ്ടെത്തുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ചിത്രം, ചിത്രം 1ൽ ഉത്തരം എത്രയാണ്? 3 ചതുരങ്ങളുണ്ട്. 3 ചതുരങ്ങളുണ്ട്. ചിത്രം 2ലോ? ചിത്രം 2ൽ 3, 4, 5, 6 ചതുരങ്ങളുണ്ട്. ചിത്രം 3ൽ 10 ചതുരങ്ങളുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടേക്ക് 3 വ്യത്യാസം, ഇവിടേക്ക് 4 വ്യത്യാസം, പിന്നെ അപ്പോൾ അടുത്ത സംഖ്യയിലേക്ക് 5 ആയിരിക്കും, പിന്നെ 6 ആയിരിക്കും. ഇങ്ങനെ വ്യത്യാസം ഇങ്ങനെ തുടർന്ന് കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എണ്ണൽ സംഖ്യയുടെ തുകയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്കിത് കാണാം. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഈ 3 എന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് 1 + 2 = 3 ആണ്. അഥവാ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 3 എന്ന് പറയുന്നത്. ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 3. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിന് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് നമ്മൾ കൂട്ടി നോക്കി. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ 6 ചതുരങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പുറത്താണ് എഴുതുന്നത് 1 + 2 + 3. ആദ്യത്തെ 3 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 6 എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ചിത്രം. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ 10 കിട്ടേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ചിത്രം കിട്ടാൻ വേണ്ടി ആദ്യത്തെ 4 എണ്ണൽ സംഖ്യയുടെ തുക നമുക്ക് കൂട്ടി നോക്കാം. 1 + 2 + 3 + 4 എന്ന് നോക്കാം. അപ്പോൾ 10 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ചിത്രം കിട്ടി. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചിത്രം കിട്ടാൻ വേണ്ടി 5 എണ്ണൽ സംഖ്യയുടെ തുക കാണേണ്ടി വരും. അപ്പോൾ 1 + 2 + 3 + 4 + 5. കാരണം ഇതിൻ്റെ വ്യത്യാസം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ കൂട്ടി നോക്കിയാൽ 15 ചതുരങ്ങളായിരിക്കും അടുത്ത നാലാമത്തെ ചിത്രത്തിലുണ്ടാവുക. അപ്പോൾ 11ാമത്തെ ചിത്രത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര ചതുരങ്ങളുണ്ടാകും എന്ന് നോക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ചിത്രം കിട്ടാൻ വേണ്ടി ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ തുകയാണ് കണ്ടത്. രണ്ടാമത്തെ ചിത്രം കിട്ടാൻ 3 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടു. മൂന്നാമത്തെ ചിത്രം കിട്ടാൻ 4 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടു. 10ാമത്തെ ചിത്രം കിട്ടാൻ വേണ്ടി 11 എണ്ണൽ സംഖ്യയുടെ തുക കാണേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ 11 എണ്ണൽ സംഖ്യയുടെ തുക കാണേണ്ടി വരും. അപ്പോൾ 1 + 11 = 12. എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഇത് ഇങ്ങനെ കണ്ടെത്താം. 1 മുതൽ 11 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ വേണ്ടി 1ഉം അവസാന സംഖ്യയും ആദ്യ സംഖ്യയും കൂട്ടുന്നു, 12 എന്ന് കിട്ടുന്നു. ഈ പാറ്റേണിൽ അഥവാ 11 വരെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് കണ്ടെത്തുന്നു? 11 ആണ്. അപ്പോൾ 2 ആൻസർ കിട്ടി. 12 എന്നും 11 എന്നും കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പകുതി കൊണ്ട് അടുത്ത സംഖ്യയെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 12ൻ്റെ പകുതി 6 ആണ്. 6 × 11 = 66 എന്ന ആൻസർ കിട്ടും. 66 ചതുരങ്ങളായിരിക്കും 10ാമത്തെ ചിത്രത്തിൽ ഉണ്ടാവുക. അടുത്ത ചോദ്യം, 12 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തെ പകുതിയായി മുറിച്ച് 2 സമചതുരങ്ങളാക്കി മാറ്റിയാൽ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്നതാണ്. അപ്പോൾ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീളം 12 മീറ്ററാണ്, വീതി 6 മീറ്ററുമാണ്. ഇങ്ങനത്തെ ഒരു ചതുരത്തെ നേരെ പകുതിയാക്കാനാണ് പറഞ്ഞത്. പകുതിയാക്കിയാൽ കിട്ടുന്ന സമചതുരം, അതിൻ്റെ ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതിനെ പകുതിയാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി മുറിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അളവാണ് ഇനി രേഖപ്പെടുത്താൻ പോകുന്നത്. 6 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡും 6 ആയിരിക്കും. സമചതുരമായതുകൊണ്ട് 4 സൈഡും എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. 4 × 6 = 24 മീറ്റർ എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്തത്, പകുതിയുടെ പകുതി സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പകുതി എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ചിത്രം വരച്ച് നോക്കാം. ഇതാണ് ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഇതിൽ പകുതി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് പകുതി എന്ന് പറയുന്നത്. ഇത് 1/2, 2ൽ 1 ഭാഗമാണ് അല്ലേ? അപ്പോൾ 1/2 എന്ന് ഇതിനെ നമുക്ക് അടയാളപ്പെടുത്താം. ഇനി ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതിൻ്റെ പകുതിയാണ് അടുത്ത ചോദ്യത്തിൽ അടുത്തതായിട്ട് പറയുന്നത് പകുതിയുടെ പകുതി. അപ്പോൾ പകുതി നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയും പകുതി എന്ന് പറയുന്നത് ഇതാണ് ഭാഗം. അപ്പോൾ ഇത്രയും ഭാഗമാണ് പകുതിയുടെ പകുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എത്ര ഭാഗമാണ്? 4ൽ 1, 2, 3, 4 ഭാഗമുണ്ട് ഇവിടെ. 4ൽ 1 ഭാഗമാണ് ഇത് വരുന്നത്. അപ്പോൾ 1/4 ആണ് വരുന്നത്. പകുതിയുടെ പകുതി എന്ന് പറയുന്നത് 1/4. അതിൻ്റെയും പകുതിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഒരു ചിത്രവും കൂടി വരക്കുന്നു. ആദ്യം പകുതി കാണുന്നു, അതിൻ്റെ പകുതി വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയും പകുതിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, അഥവാ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. അഥവാ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ കിട്ടും.
അതുപോലെ ഈ വര ഇങ്ങനെ ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ എത്ര ഭാഗമുണ്ട്? 1 2 3 4 5 6 7, ഇത് 8ാമത്തെ ഭാഗം. അപ്പോൾ 8ൽ ഒരു ഭാഗമാണ് പകുതിയുടെ പകുതിയുടെ പകുതി എന്ന് പറയുന്നത്. ഇതിലൊരു പാറ്റേൺ കാണാം. 1/2, അതിൻ്റെ പകുതി 1/4, അതിൻ്റെ പകുതി 1/8. ഇനി ഇതിൻ്റെയും പകുതി എത്രയായിരിക്കും? 1/16 ആയിരിക്കും. അതിൻ്റെയും പകുതിയോ 1/32 ആയിരിക്കും. അതിൻ്റെ പകുതി 1/64 ആയിരിക്കും. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് പകുതിയുടെ പകുതിയുടെ പകുതി എന്ന് പറയുന്നത് 1/8 ആണ്. അടുത്ത ചോദ്യം, സോനുവിന് ജോബിയേക്കാൾ 2 കിലോഗ്രാം കൂടുതൽ തൂക്കമുണ്ട്. ജോബിക്ക് ബിലാലിനേക്കാൾ 2 കിലോഗ്രാം തൂക്കം കൂടുതലുണ്ട്. മൂവർക്കും കൂടി ആകെ 36 കിലോഗ്രാം തൂക്കം എങ്കിൽ സോനുവിൻ്റെ തൂക്കം എത്ര എന്നാണ് ചോദിക്കുന്നത്. 3 ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സോനുവാണ്, സോനു. രണ്ടാമത്തെ ആള് ജോബിയാണ്. മൂന്നാമത്തെ ആള് ബിലാലാണ്. ഇങ്ങനെ 3 പേരാണ് ഇവിടെ ഉള്ളത്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജോബിയേക്കാൾ 2 കിലോഗ്രാം കൂടുതലാണ് സോനുവിന്. അപ്പോൾ ഇവിടെ 2 കിലോഗ്രാം കൂടുതലുണ്ട് സോനുവിന്, ജോബിയേക്കാളാണ് കേട്ടോ. വീണ്ടും പറയുന്നു, ബിലാലിനേക്കാൾ 2 കിലോഗ്രാം കൂടുതലാണ്, തൂക്കം കൂടുതലാണ് ജോബിക്കുള്ളത്. അപ്പോൾ ബിലാലിനേക്കാൾ 2 കിലോഗ്രാം തൂക്കം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബിലാലിനേക്കാൾ 2 കിലോഗ്രാം ജോബിക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സോനുവിന് 4 കിലോഗ്രാം കൂടുതലുണ്ടാകും. 2 കിലോഗ്രാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബിലാലിനേക്കാൾ 2 കിലോഗ്രാം ജോബിക്ക് കൂടുതലുണ്ട്, ബിലാലിനേക്കാൾ 4 കിലോഗ്രാം സോനുവിനും കൂടുതലുണ്ട്. അപ്പോൾ ഇത് 4 ആണ്, ഇത് 2 ആണ്. ഇനി നമുക്ക് ആകെ ഇവരുടെ തൂക്കം 36 കിലോഗ്രാമാണ്. 36 കിലോഗ്രാം. ഇതിൽ നിന്ന് ഇനി ഓരോരുത്തരുടെയും തൂക്കം കണ്ടെത്താനാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടാൽ ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഏതായാലും നമ്മൾ ഒന്നും കൂടെ പറയാം. ഇതിൽ അധികമുള്ള തൂക്കത്തെ നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ്. അതായത് ഇവിടെ 2 അധികമുണ്ട്, ഇവിടെ 4 അധികമുണ്ട്. 6 കിലോഗ്രാം അധികമായിട്ട് തൂക്കമുണ്ട്. ആ അധികമുള്ള തൂക്കം മാറ്റി വെച്ചാൽ എല്ലാവരുടെയും തൂക്കം ഒരുപോലെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അധികമുള്ള 6നെ 36ൽ നിന്ന് 6 കുറയ്ക്കുന്നു. അപ്പോൾ 30 എന്ന തൂക്കം 3 ആൾക്കും ഈക്വലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 30 എന്ന് പറയുന്നത് 3 ആൾക്ക് ഡിവൈഡ് ചെയ്താൽ 10 കിലോഗ്രാം ബിലാൽ ഉണ്ടാവും, അതുപോലെ ജോബി 10 ഉണ്ടാവും, സോനും 10 ഉണ്ടാവും. ശരിയല്ലേ? ഇനി അധികമുള്ള തൂക്കം നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 10, ഇവിടെ 2 കൂടണം. അപ്പോൾ 10 + 2. ഇവിടെയോ? ഇവിടെ ഓൾറെഡി 10 + 2 ഉണ്ടാകും, പ്ലസ് 2ഉം കൂടെ ഉണ്ടാവും. കാരണം ജോബിയേക്കാൾ 2 കൂടുതലാണെന്ന് പറയുമ്പോൾ 10 + 2-നേക്കാൾ ഒരു 2ഉം കൂടെ കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ 14 എന്ന് കിട്ടും, ഇവിടെ 12 എന്ന് കിട്ടും, ഇവിടെ 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. സോനു 14 കിലോഗ്രാമാണ് വരുന്നത്, ജോബി 12 കിലോഗ്രാമാണ് വരുന്നത്, ബിലാൽ 10 കിലോഗ്രാമാണ് വരുന്നത്. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 14ഉം 10ഉം 12ഉം 22, 22ഉം 36 എന്ന ആൻസർ നമുക്ക് കിട്ടും. 36 കിലോഗ്രാമാണ് ആകെ ഉള്ളത്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് സോനുവിൻ്റെ തൂക്കം എത്ര എന്നാണ്. സോനുവിൻ്റെ തൂക്കം 14 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 14 എന്നാണ്. അടുത്ത ചോദ്യം, 24നെ ഒരു സംഖ്യ കൊണ്ട് ടീച്ചർ ഗുണിക്കാൻ ആവശ്യപ്പെട്ടു. സുഹറ ആ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. ഉത്തരം 6 എന്ന് കിട്ടുകയും ചെയ്തു. ശരിക്കും അവൾക്ക് കിട്ടേണ്ട ഉത്തരം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 24നെ 24 എന്ന സംഖ്യയെ ടീച്ചർ ഗുണിക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ സുഹറ എന്ത് ചെയ്തു? അതിനെ ഹരണക്രിയയാണ് ചെയ്തത്. ഹരിച്ചപ്പോൾ ഉത്തരം 6 എന്ന് ലഭിച്ചു. അപ്പോൾ ശരിക്ക് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഗുണിച്ചാൽ ഉത്തരം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്പർ കിട്ടണം? 24നെ എന്തുകൊണ്ട് ഹരിച്ചാലാണ് 6 കിട്ടുക എന്ന് കണ്ടെത്തിയാൽ മതി. 24നെ എന്തുകൊണ്ട് ഹരിച്ചാലാണ് 6 കിട്ടുക? 6 × 4 ആണ്. 4 6 24. അപ്പം 4 എന്ന സംഖ്യ കൊണ്ടാണ് ടീച്ചർ ഗുണിക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് പകരം ഹരണക്രിയ ചെയ്തു, 6 എന്ന ഉത്തരം കിട്ടി. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? 24നെ 4 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ആൻസർ 96 എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ 4 കിട്ടിയത് എങ്ങനെയാണ്? 24നെ 6 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന ആൻസർ കിട്ടും. നേരെ തിരിച്ചും കിട്ടും. 24നെ 4 കൊണ്ട് ഹരിച്ചാൽ 6ഉം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന്
10 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10നെ 2 ഭാഗമാക്കിയാൽ 5. അതേപോലെ തന്നെ 10നെ 5 ഭാഗമാക്കിയാലോ 2. തിരിച്ചും കിട്ടും. അതിപ്പോൾ ഈ ചോദ്യത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. 24നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ 24 6 കൊണ്ട് ഹരിച്ചപ്പോൾ 4 കിട്ടും. അപ്പോൾ ഈ 4 എന്ന് അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്. ആ 4നെ ഗുണിച്ചു, ആൻസർ 96 എന്ന് കിട്ടുകയും ചെയ്തു. അടുത്തത്, ഒരു വലിയ പാത്രത്തിൽ 3 ലിറ്റർ 500 മില്ലി ലിറ്റർ വെള്ളമുണ്ട്. അതിൽ നിന്നും 850 മില്ലി ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു കപ്പ് ഉപയോഗിച്ച് 2 പ്രാവശ്യം നിറയെ വെള്ളം എടുത്തു. ഇപ്പോൾ വലിയ പാത്രത്തിൽ എത്ര വെള്ളം ബാക്കിയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആദ്യം വലിയ ഒരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിൽ 3 ലിറ്റർ അതുപോലെ 500 ml മില്ലി ലിറ്റർ വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും ഒരു കപ്പ് ഉപയോഗിച്ച് 850 ml മില്ലി ലിറ്ററിൻ്റെ കപ്പ് ഉപയോഗിച്ച് 2 പ്രാവശ്യം വെള്ളം കോരിയെടുത്തു. ഇനി ബാക്കി ഇതിൽ എത്ര ഉണ്ടാകുന്ന ചോദിക്കുന്നത്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ സമം 1000 ml ആണ്. അപ്പോൾ 3 ലിറ്റർ എന്ന് പറയുന്നത് 3000 മില്ലി ലിറ്റർ ആണ്. പ്ലസ് ഒരു 500 മില്ലി ലിറ്ററും കൂടെ ഉണ്ട്. അപ്പം ആകെ 3500 മില്ലി ലിറ്റർ വെള്ളമാണ് ഇതിലുണ്ടായിരുന്നത്. ഇനി വെള്ളം കോരി ഒഴിവാക്കിയത് എത്രയാണ്? 850 2 പ്രാവശ്യം. 2 അപ്പോൾ 850 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂട്ടുക. ഓക്കെ, 2 പ്രാവശ്യം കൂട്ടി നോക്കാം. അപ്പോൾ നമുക്ക് 1700 ml ആണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയ വെള്ളമെന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ 3500 നിന്ന് 1700 കുറച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 3500 നിന്ന് 1700 മൈനസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 0 0 ഇതിൽ 2 15 8 1800 മില്ലി ലിറ്റർ എന്ന ആൻസർ കിട്ടും. ഇത് എത്ര ലിറ്ററാണ്? 1 ലിറ്ററും 800 മില്ലി ലിറ്ററുമാണ് ഇത് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ബാക്കി 1 ലിറ്ററും 800 മില്ലി ലിറ്ററുമാണ് ഈ പാത്രത്തിൽ അവശേഷിക്കുക. അടുത്ത ചോദ്യം, 4 കിൻഡൽ അരി 2.5 കിലോഗ്രാം പാക്കറ്റുകളിൽ നിറയ്ക്കാൻ എത്ര പാക്കറ്റുകൾ വേണമെന്നാണ് ചോദ്യം. 4 കിൻഡലാണ്, 4 ക്വിൻ്റൽ അരിയാണ് ഇവിടെ ഉള്ളത്. ഇത് 2.5 കിലോഗ്രാം വീതം 2.5 കിലോഗ്രാം വീതം പാക്കറ്റുകൾ നിറയ്ക്കുകയാണ് വേണ്ടത്. 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ 400 കിലോഗ്രാം ആണ് ആകെ ഉള്ളത്. 400 kg ആണ് ആകെ ഉള്ളത്. ഇനി ഇത് 2.5 കിലോഗ്രാം വീതമാണ് പാക്കറ്റിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം, 10 കിലോഗ്രാമിൽ എത്ര 2.5 ഉണ്ട്? 4 2.5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാമിൽ 40 2.5 ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 400 കിലോഗ്രാമിൽ 4 × 40 എന്ന് പറയുന്നത് 400 കിലോഗ്രാമിൽ 4 × 40 എന്ന് പറയുന്നത് 160 ആണ് കിട്ടുക. 160 പാക്കറ്റിലാക്കാൻ വേണ്ടി അരി ഉണ്ടാകും. 10ാമത്തെ ചോദ്യം, തുടർച്ചയായ 3 സംഖ്യകളുടെ തുക 9684 ആണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണ് എന്ന്. അപ്പോൾ തുടർച്ചയായ 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 9684 ആണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ സംഖ്യയാണ് നമ്മളോട് ചോദിച്ചത്. ഇത് ഡയറക്റ്റായിട്ട് ചെയ്യുക. ഇതിനെ 3 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടുവിലെ സംഖ്യ നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ 3, അപ്പോൾ 9ൽ 3 പ്രാവശ്യം 9. ഇനി 6 താഴേക്കിടുന്നു. 6ൽ 2 പ്രാവശ്യം 2 3 6. പിന്നെ 8 താഴേക്കിടുന്നു. 8ൽ 2 പ്രാവശ്യം, അപ്പോൾ 2 2 3 6, ബാക്കി 2. 24ൽ 8 പ്രാവശ്യം. അങ്ങനെ 3228 നടുവിലെ സംഖ്യ. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ സംഖ്യ 3227 ആദ്യത്തെ സംഖ്യ. തൊട്ടപ്പുറത്തെ സംഖ്യ എന്ന് പറയുന്നത് 3229 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ കണക്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ ഹരണക്രിയ ചെയ്തത്. നമുക്ക് അല്ലാതെ തന്നെ നേരിട്ട് ചെയ്യാം. 9684 എന്നതിനെ 3 കൊണ്ട് ഹരിക്കാൻ നേരെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. അതായത് 9ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 6ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 8ൽ എത്ര പ്രാവശ്യമാണ്? 8ലും 2 പ്രാവശ്യമാണ്. ബാക്കി എത്ര ഉണ്ടാവും? 2 ഉണ്ടാകും. ആ 2 ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ 24 എന്ന് കിട്ടും. 24ൽ എത്ര പ്രാവശ്യമുണ്ട്? 8 പ്രാവശ്യമുണ്ട്. അപ്പോൾ ശിഷ്ടം പിന്നെ ഒന്നുമില്ല, 0 ശിഷ്ടം. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ടും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
ഈ വീഡിയോയിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്.